ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വൻ തിരിച്ചടിയാണ് കോൺഗ്രസിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. എന്നാൽ ബി.ജെ.പി. തുടർഭരണം ഉന്നമിട്ട് ദക്ഷിണേന്ത്യയിലും മേൽക്കൈ നേടാനുള്ള കഠിനമായ പരിശ്രമത്തിലുമാണ്. 400 സീറ്റുകൾക്ക് മുകളിൽ ഇത്തവണ പ്രതീക്ഷിക്കുന്ന ബി.ജെ.പി. ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലും ഒരു ചെറിയ തീപ്പൊരിയെങ്കിലും സൃഷ്ടിക്കാനുള്ള ശ്രമവും തുടരുകയാണ്. ഇത്തവണ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ തിരുവനന്തപുരത്തെ വിജയം ഉൾപ്പെടെ 5 സുപ്രധാന മണ്ഡലങ്ങളിൽ ജയിച്ചു കയറാൻ പ്രതിജ്ഞയെടുത്താണ് ബി.ജെ.പിയുടെ നീക്കം. അതിന്റെ ഇടയിലാണ് ശശി തരൂരിന് കിട്ടിയത് 8ന്റെ പണി. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എം പി ശശി തരൂരിന്റെ PA ഉൾപ്പെടെ 2 പേരെ കസ്റ്റംസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. തരൂരിന്റെ PA ശിവകുമാർ പ്രസാദും കൂട്ടാളിയുമാണ് ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റഡിയിലായത്. ഇവരിൽ നിന്ന് 500 ഗ്രാം സ്വർണം കണ്ടെത്തിയെന്ന് വാർത്താ ഏജൻസി അറിയിച്ചു. മുമ്പ് ശശി തരൂരിന്റെ പേഴ്സണൽ സ്റ്റാഫിലെ ഔദ്യോഗിക ജീവനക്കാരനായിരുന്നു ശിവപ്രസാദ്. ഇപ്പോഴും താൽക്കാലിക അടിസ്ഥാനത്തിൽ ശശി തരൂരിനൊപ്പം ഇയാൾ ജോലി ചെയ്യുന്നുണ്ട്. അതിനിടെ സ്വർണ്ണക്കടത്തിനെ അവസാന ഘട്ടത്തിൽ പ്രചാരണ ആയുധമാക്കാൻ ബി.ജെ.പിയും രംഗത്തു വന്നു. കോൺഗ്രസിന്റെ ദേശീയമുഖമായ തരൂരിനെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെടുത്തി ചിത്രീകരിക്കാനാണ് ശ്രമം. അതിനിടെ ശിവപ്രസാദിന്റെ അറസ്റ്റ് ഞെട്ടിച്ചുവെന്ന് തരൂരും പ്രതികരിച്ചു. മുമ്പ് തരൂരിന്റെ സ്റ്റാഫിലെ മുഴുവൻ സമയ അംഗമായിരുന്ന ഈ ഡൽഹിക്കാരൻ പിന്നീട് തുടരാൻ അനുവദിക്കുകയായിരുന്നു. വിമാനത്താവളത്തിലെത്തുമ്പോൾ തരൂരിനെ സഹായിക്കുകയായിരുന്നു ചുമതല. ഡയാലിസിസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ തുടരാൻ അനുവദിച്ചത് എന്ന് ശശി തരൂർ പ്രതികരിച്ചിരുന്നു. അന്വേഷണ സംഘവുമായി എല്ലാ അർത്ഥത്തിലും സഹകരിക്കുമെന്നും തരൂർ അറിയിച്ചു. മുമ്പ് സ്റ്റാഫായിരുന്നുവെന്നും ഇപ്പോൾ പാർട്ട് ടൈമായി ജോലി ചെയ്യുന്നുണ്ടെന്നും തരൂർ പ്രതികരിക്കുകയും ചെയ്തു. നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ എന്ന് തരൂരും പറഞ്ഞു. ഇതിനിടെയാണ് തരൂരിന്റെ സഹായിയുടെ അറസ്റ്റിനെ ബി.ജെ.പി. രാഷ്ട്രീയമായി ചർച്ചയാക്കുന്നത്. ഇയാൾ യാത്രക്കാരിൽ നിന്നും സ്വർണം വാങ്ങാൻ എത്തിയതാണെന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. 500 ഗ്രാം സ്വർണമാണ് പിടിച്ചെടുത്തത്. ശശി തരൂരിന്റെ ഔദ്യോഗിക സ്റ്റാഫുകളുടെ പട്ടികയിൽ ഇയാളുടെ പേരുണ്ടായിരുന്നില്ല. ഡൽഹിയിലെ വീട് കേന്ദ്രീകരിച്ചാണ് ഇയാൾ താൽക്കാലികമായി ജോലി ചെയ്തിരുന്നത്. ആദ്യം സ്വർണ്ണക്കടത്തിൽ കേരള മുഖ്യമന്ത്രിയുടെ ജീവനക്കാർ അറസ്റ്റിലായി. ഇപ്പോൾ കോൺഗ്രസ് എംപിയുടെയും. സ്വർണ്ണക്കടത്തിലും ഇന്ത്യ മുന്നണി നേതാക്കളുടെ പങ്കാണ് വെളിപ്പെടുന്നത് എന്ന് തിരുവനന്തപുരത്തെ ബി.ജെ.പി. സ്ഥാനാർത്ഥി കൂടിയായ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പിൽ ഇത് സജീവമാക്കി ഉയർത്താനാണ് ബി.ജെ.പി. തീരുമാനം. ഇതിന്റെ വ്യക്തമായ സൂചനകളാണ് രാജീവ് ചന്ദ്രശേഖർ നൽകുന്നത്. അന്താരാഷ്ട്ര യാത്രക്കാരിൽ നിന്നും സ്വർണം വാങ്ങാൻ എത്തിയതാണ് എന്നാണ് ശിവകുമാർ പറയുന്നത്. വിദേശയാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്ന വ്യക്തിയിൽ നിന്ന് സ്വർണം വാങ്ങാനെത്തിയ ആളെ കസ്റ്റംസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഡൽഹിക്കാരനാണ് ശിവപ്രസാദ്. 30 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണമാണ് പിടികൂടിയത് എന്നാണ് കസ്റ്റംസ് അറിയിച്ചത്. പിടിച്ചെടുത്ത സ്വർണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് ഉദ്യോഗസ്ഥർ ചോദിച്ചെങ്കിലും ശിവകുമാർ വിവരം കൈമാറിയില്ല എന്നാണ് സൂചന. എന്തിനാണ് സ്വർണം കൊണ്ടുവന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചെങ്കിലും കൃത്യമായ വിവരം നൽകാനോ സ്വർണത്തിന്റെ രേഖകൾ ഹാജരാക്കാനോ ശിവകുമാറിന് സാധിച്ചിട്ടില്ല. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുമുണ്ട്. നിലവിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ശിവകുമാറിനെ ചോദ്യം ചെയ്ത് വരികയാണ്.